വടക്കൻ കേരളത്തിലെ നഗരസഭകളിൽ ഇരിട്ടി അട്ടിമറിക്ക് കാതോർത്തപ്പോൾ കൊണ്ടോട്ടിയിലും പരപ്പനങ്ങാടിയിലും ഫറൂഖിലും അവസാന നിമിഷങ്ങളിലും അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നാണ് ഭരണം തീരുമാനിക്കപ്പെട്ടത്. പാളയത്തിലെ പടയെ തുടർന്ന് ലീഗ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ഭരണം അട്ടിമറിയിലൂടെ LDFന് സ്വന്തമായത്. കൊണ്ടോട്ടിയിൽ ജില്ലാ നേതൃത്വത്തിന്റെ വിപ്പ് കോൺഗ്രസ് അംഗങ്ങൾ ലംഘിച്ചതോടെ ഭരണം മതേതര മുന്നണിയും പിടിച്ചു. കോഴിക്കോട് ഫറൂഖിൽ വിമതർ സഹായിച്ചതോടെ ഭരണം UDFന് സ്വന്തമായി. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ അട്ടിമറിക്ക് വഴിമരുന്നിട്ടത് ലീഗായിരുന്നു. UDFിലെ തർക്കങ്ങളെ തുടർന്ന് 3 ലീഗ് കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ 12-നെതിരെ 13 പേരുടെ പിന്തുണയുമായി LDF നഗരസഭാ ഭരണം പിടിച്ചെടുത്തു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഇരുമുന്നണികളും തുല്യനിലയിലായിരിക്കെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം മറുകണ്ഠം ചാടി LDFനെ പിന്തുണച്ചത്. ഇതോടെ 16-നെതിരെ 18 വോട്ടുകൾക്ക് LDF ഭരണം സ്വന്തമാക്കി. എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്ന് ഇവിടെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. അല്ലാതെ കാലുവാരിയിട്ടോ കൂറുമാറിയിട്ടോ എന്തെങ്കിലും മറ്റ് പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. മലപ്പുറം കൊണ്ടോട്ടിയിൽ മതേതര മുന്നണിയിലെ കോൺഗ്രസ് അംഗങ്ങളെ ലീഗിന് അനുകൂലമാക്കാനായിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. 3 കോൺഗ്രസ് അംഗങ്ങൾക്ക് ലീഗിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വം വിപ്പ് നൽകി. എന്നാൽ കോൺഗ്രസ് അംഗങ്ങൾ ഇത് തള്ളി മതേതര മുന്നണിക്കൊപ്പം ഉറച്ചു നിന്നതോടെ മതേതര മുന്നണിയുടെ നാണിക്കുട്ടി നഗരസഭാ അധ്യക്ഷനായി. തൃശങ്കുവിൽ നിന്ന് പരപ്പനങ്ങാടിയിൽ കോൺഗ്രസ് സ്വതന്ത്രനെയും ലീഗ് വിമതനെയും ഒപ്പം കൂട്ടി ലീഗ് ഭരണം പിടിച്ചു. കോഴിക്കോട് ഫറൂഖിൽ 2 വിമതർ ഒപ്പം നിന്നതോടെ ഭരണം UDFന് പിടിക്കാനായി. LDFന്റെ ഒരോട്ട് അസാധുവാകുകയും BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. തൃശൂരിലെ ഇരിങ്ങാലക്കുടയിൽ ഇരുമുന്നണികൾക്കും 19 സീറ്റ് വീതമാണ് ലഭിച്ചിരുന്നത്. ഇവിടെ CPI അംഗം VK സർലയുടെ വോട്ട് അസാധുവായതോടെ ഭരണം UDFന് സ്വന്തമായി. റിപ്പോർട്ടർ, കോഴിക്കോട്.